ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഒരാളോട് രാമപുരത്ത് അമ്പലത്തിൽ പോകണമെന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. രാവിലെ തൊട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി കണ്ണാടിയുടെ മുമ്പിൽ ആള് തപ്പലാണ്. ചുരിദാറിന് പറ്റിയ കമ്മലാണോ കമ്മലിന് പറ്റിയ ചുരിദാറാണോ തപ്പുന്നതെന്ന് അറിയില്ല. എന്തായാലും തകൃതിയായി തപ്പുന്ന കുഴപ്പമില്ല. ഇന്നലെ ഉറക്കം പോലും ഇല്ലാതെ മുല്ലപ്പൂമാലയൊക്കെ കെട്ടി തലയിൽ ചൂടാനൊക്കെ കാത്തിരിക്കുകയാണ് ആള്. എന്തായാലും മാല കെട്ടിയ കൂട്ടത്തിൽ ദേവിമാർക്കും കെട്ടി രണ്ട് അരളിമാല. നല്ല ഭംഗിയായിട്ട് ആള് മാലയൊക്കെ കെട്ടി. ഇന്നെൻ്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇതാ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ റോഡിൽ നല്ല തിരക്കുണ്ട്. അതുമല്ല നല്ല മഴക്കോള് ഇരുണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അമ്പലത്തിൽ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും കോട്ടൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഈ കാണുന്നത് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. രാമപുരം അമ്പലം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയിലുള്ള ഹൈവേയുടെ പടിഞ്ഞാറ് സൈഡിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അതാ ഒരു കാറുകാരൻ ഇടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും എൻ്റെ പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് ബ്രേക്കിട്ട് മുന്നോട്ട് വീണ്ടും പോയി. എന്തായാലും ഒരു കുഴപ്പം വന്നില്ല. ഭഗവതിയുടെ ഒക്കെ കാരണം കൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയി. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പാട്ടും പാടിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ മുൻഭാഗം എത്താറായി. ഹൈവേയിൽ നിന്ന് നമ്മൾ സൈഡിലോട്ട് ഇറങ്ങിയതാ. ഇതാണ് രാമപുരം ക്ഷേത്രം. ഞങ്ങൾ അമ്പലത്തിലോട്ട് വണ്ടി കൊണ്ട് വെച്ചു. അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. എൻ്റെ കൂടെ വന്നിട്ട് ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി. ഞാൻ ആളെ തപ്പി കണ്ടില്ല. ഇനി അമ്പലത്തിനകത്ത് കാണും. അപ്പോൾ ഞാൻ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. ഒരാൾ ദാ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. നേരത്തെ സ്ഥാനം പിടിച്ചാണ്. പക്ഷേ അകത്തോട്ട് കയറ്റിയില്ല. അകത്തെന്തോ പൂജയും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം അമ്പലത്തിലോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി. ഇന്ന് ജന്മദിനമായിട്ട് ദേവിയെ തൊഴുതു. 2 ദേവിമാരാണ്. ഭദ്രാദേവി അന്നപൂർണേശ്വരിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സന്തോഷമായിട്ട് തൊഴുതിറങ്ങി വണ്ടി എടുത്തോട്ട് വന്നു. അപ്പം ഇനിയിപ്പം വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശം. കാരണം നല്ല മഴക്കോളുണ്ട്. അപ്പം വേറെ എങ്ങും പോകാനായിട്ട് ഇനി സാധിക്കുന്നില്ല. അതുപോലെ വേറെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതാ ഹൈവേയിലോട്ട് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈവേയിൽ. ഒന്നാമത് റോഡ് പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് റോഡിൽ. അപ്പം നമുക്കിനിയും അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം. അടുത്ത വിശേഷവുമായി അടുത്ത ക്ഷേത്ര ദർശനവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ടാറ്റാ.